കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCS 211 MCA കോഴ്സിൽ ഫസ്റ്റ് സെമ്മിൽ കവർ ചെയ്യുന്ന ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം എന്ന സബ്ജക്റ്റിൻ്റെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. നമുക്കറിയാം ലേൺവൈസിൽ ഇതിന് മുന്നേ ഉള്ള ഇഗ്നോ എക്സാം സൈക്കിൾസിൽ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ ഫോക്കസ് സീരീസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പാസ്റ്റ് 5 ഇഗ്നോ എക്സാം സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്ത് ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, ഏതൊക്കെയാണ് ഹോട്ട് ടോപ്പിക്സ്, ഏതൊക്കെ ഏരിയാസിനാണ് പ്രോബബിലിറ്റി കൂടുതൽ വരിക, ഇതിൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇന്നത്തെ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സിലബസ് മാപ്പിംഗ് നോക്കും, ബ്ലോക്ക് വൈസ്, ടോപ്പിക് വൈസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഏരിയ. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ്, എക്സാമിന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരാൻ ചാൻസ്. ദെൻ റെക്കറിങ് ക്വസ്റ്റ്യൻ റിവ്യൂ, റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, ഓരോ ഏരിയയിൽ നിന്നുള്ള ടോപ്പിക്കിൻ്റെ പ്രോബബിലിറ്റി പ്രഡിക്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ, ഒരു ഇഗ്നോ മോഡൽ ഫുൾ 100 മാർക്ക് മോഡൽ പേപ്പർ ഇഗ്നോ എക്സാം സ്റ്റൈലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ മോഡൽ ആൻസർ മാർക്കിംഗ് സ്കീമും ആപ്പ് ത്രൂ ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഇവിടെ നമ്മൾ നോക്കാൻ പോവാണ്. അതിൽ 10 അതിൽ കൂടുതൽ വരുന്നതാണ് ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയ. 5 to 9 അപ്പിയറൻസിൽ വരുന്നത് മീഡിയം പ്രോബബിലിറ്റി, ലെസ് ദാൻ 5 ലോ പ്രോബബിലിറ്റി വരുന്ന ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു അൽഗോരിതംസ്, അതിൽ യൂണിറ്റ് 1 അൽഗോരിതം ബേസിക്സ്, പ്രോപ്പർട്ടീസ്, കോംപ്ലക്സിറ്റി അനാലിസിസ് പാസ് പേപ്പറിൽ 12 തവണ ചോദിച്ചിട്ടുണ്ട്, ഹൈലി റെലവൻറ്റ് ടോപ്പിക്കാണ്. യൂണിറ്റ് 2 എസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ, അതുപോലെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ 11 ടൈം ചോദിച്ചിട്ടുണ്ട്, ഹൈലി പ്രോബബിൾ ഏരിയയാണ്. ഇനി യൂണിറ്റ് 3 കോംപ്ലക്സിറ്റി ഓഫ് സിമ്പിൾ അൽഗോരിതം, അതിൽ സോർട്ടിങ്ങും സെർച്ചിങ്ങും 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി. ഇനി യൂണിറ്റ് 4 റെക്കറൻസ് റിലേഷൻ, അതിൽ മാസ്റ്റർ മെത്തേഡ് 10 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയയാണ്. ഇനി ബ്ലോക്ക് 2ൽ യൂണിറ്റ് 1 ഗ്രീഡി അൽഗോരിതം, അതിൽ നാപ്സാക്ക് പ്രോബ്ലം, ടാസ്ക് ഷെഡ്യൂളിംഗ്, ഹോഫ്മാൻ കോഡിംഗ്, ഈ ഏരിയയിൽ നിന്ന് 13 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയയാണ്. ഇനി യൂണിറ്റ് 2 ഡിവൈഡ് ആൻഡ് കോൺകർ, അതിൽ മർജ് സോർട്ട്, ക്വിക്ക് സോർട്ട്, ബൈനറി സെർച്ച്, സ്ട്രാസൻ 14 ടൈം ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയയാണ്. ഇനി യൂണിറ്റ് 3 ഗ്രാഫ് ബേസിക്സ്, അതുപോലെ ട്രാവേഴ്സൽ DFS, BFS, ടോപ്പോളജിക്കൽ സോർട്ട് 12 ടൈംസ് ഹൈലി പ്രോബബിൾ. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 1 ഗ്രാഫ് അൽഗോരിതം, അതിൽ പ്രിംസ്, ക്രൂസ്കൽ അൽഗോരിതംസ്, ബെൽമാൻ ഫോർഡ് 15 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയയാണ്. ഇനി യൂണിറ്റ് 2 ഡൈനാമിക് പ്രോഗ്രാമിംഗ്, മെട്രിക്സ് ചെയിൻ, OBS, ST, FWA 12 ടൈംസ് ഹൈലി പ്രോബബിൾ. ഇനി യൂണിറ്റ് 3 സ്ട്രിംഗ് മാച്ചിങ്, അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാച്ചിങ് അൽഗോരിതംസ് 8 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ഹൈലി പ്രോബബിൾ അല്ല, ഒരു മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി വരുന്ന ഏരിയയാണ്. ഇനി ബ്ലോക്ക് 4 NP കംപ്ലീറ്റ്നെസ്, അതുപോലെ തന്നെ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് യൂണിറ്റ് 1 NP, അതുപോലെ NP കംപ്ലീറ്റ് പ്രോബ്ലം 11 ടൈം ഹൈലി പ്രോബബിൾ. ഇനി യൂണിറ്റ് 2 NP ഹാർഡ് റിഡക്ഷൻസ്, അതുപോലെ SAT, CLI, QUE, വെർട്ടെക്സ് കവർ 9 ടൈംസ് മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി. ഇനി അപ്രോക്സിമേഷൻ ആൻഡ് ബാക്ക് ട്രാക്കിംഗ്, അതിൽ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് 7 ടൈംസ് മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി.
ഇപ്പോൾ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ 2022 തൊട്ട് 2025 വരെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 3, ബ്ലോക്ക് 1, ബ്ലോക്ക് 4, ഈ ഒരു ഓർഡറിലാണ് വന്നിട്ടുള്ളത്. ഇതിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 1, അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 2 കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന ഒരു ഏരിയയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. അതിൽ ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്സ് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ പേപ്പറിലും ചോദിച്ചിട്ടുള്ളതാണ്. അൽഗോരിതംസ് ലൈക്ക് മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട്, സ്ട്രാസൻ, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഗ്രാഫ് അൽഗോരിതത്തിൽ MST ഷോർട്ടസ്റ്റ് പാത്ത് സെൻട്രൽ ടു ഓൾമോസ്റ്റ് എവറി ടേമിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് ഒരു 12 to 15 മാർക്സ് കവർ ചെയ്യും. ഇനി ഗ്രീഡി, അതുപോലെ ഡൈനാമിക് പ്രോഗ്രാമിംഗ്, അത് നാപ്സാക്ക്, ടാസ്ക് ഷെഡ്യൂളിംഗ്, മെട്രിക്സ് ചെയിൻ, മൾട്ടിപ്ലിക്കേഷൻ, ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് 100 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 hour ആണ് എക്സാം. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്, 40 മാർക്ക് ആയിരിക്കും. ഓക്കെ, ദെൻ ആൻസർ ഇനി 3 out of ക്വസ്റ്റ്യൻ 4 to 5 20 മാർക്സ് ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. MCQ വരാനുള്ള സാധ്യതകൾ കുറവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ് നമുക്ക് കമ്പൽസറി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം 40 മാർക്സിന്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കൺസെപ്ഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ, എക്സ്പ്ലെയിൻ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഫോർ എക്സാമ്പിൾ ഡിഫൈൻ അൽഗോരിതം, എക്സ്പ്ലെയിൻ P versus NP, സ്റ്റേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, കമ്പയർ അപ്രോച്ചസ്, അങ്ങനെ ഈ രീതിയിൽ 5 മാർക്കിന് ചോദിക്കാം. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു 80 to 120 വേർഡ്സിൽ എഴുതണം. ഓക്കെ, ഡയഗ്രാംസ് ഉള്ളത് ഡയഗ്രാം കൂടെ ഉൾപ്പെടുത്തണം. അടുത്ത ടൈപ്പ് അൽഗോരിതം ഡിസൈൻ ആൻഡ് എക്സ്പ്ലനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 8 to 10 മാർക്സിന് വരും. 180 to 220 വേർഡ്സിൽ എഴുതണം. സ്യൂഡോ കോഡ് ഇൻക്ലൂഡ് ചെയ്യേണ്ടിടത്ത് അതും ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തത് ന്യൂമറിക്കൽ അൽഗോരിതം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കുക 8 to 10 മാർക്സിന് 150 to 200 വേർഡ്സിൽ എഴുതണം. ഇനി ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ്, ക്ലസ്റ്റർ ക്വസ്റ്റ്യൻസ് 5 മാർക്സിനായിരിക്കും, 80 to 120 വേർഡ്സിന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. കൺസെപ്ഷണൽ ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 5 മാർക്കിനായിരിക്കും നമുക്ക് കോമൺലി ചോദിക്കുക. അതിൽ 2 to 3 കീ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം. അതിൽ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ആ രീതിയിൽ വേണം എഴുതാൻ. ഇനി അൽഗോരിതം ഡിസൈൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ടൈപ്പ് 8 to 10 മാർക്സിനായിരിക്കും വരിക. റൈറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ അൽഗോരിതം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ 8 to 10 മാർക്സിന് ചോദിക്കാം. 180 to 220 വേർഡ്സിൽ എഴുതണം ഇൻക്ലൂഡിങ് സ്റ്റെപ്പ്. ഇനി ന്യൂമറിക്കൽ അൽഗോരിതം ടൈപ്പ് ക്വസ്റ്റ്യൻസ് 8 to 10 മാർക്സിന് ചോദിക്കാം. 150 to 200 വേർഡ്സിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓരോന്നിനും 5 മാർക്ക് വീതം, ആ രീതിയിൽ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ബാക്ക് ട്രാക്കിംഗ്, ബെൽമാൻ ഫോർഡ്, അപ്രോക്സിമേഷൻ അൽഗോരിതം, ഈ ടൈപ്പ് ഒക്കെ ചോദിക്കാം. 5 മാർക്കായിരിക്കും ഒരു ക്വസ്റ്റ്യന്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബൈ ബ്ലോക്ക് ആണ്. ജൂൺ 2023 മുതൽ ഒരു 2025 വരെ ഓൾമോസ്റ്റ് ഒരു 5 റീസെന്റ് സെഷൻസ് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1ൽ നിന്ന് ഏകദേശം 23% ക്വസ്റ്റ്യൻസ്, ബ്ലോക്ക് 2ൽ നിന്ന് ഏകദേശം 27%, ബ്ലോക്ക് 3ൽ നിന്ന് 28%, ബ്ലോക്ക് 4ൽ നിന്ന് 22% ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ഒരു ഇൻക്രീസ് കാണുന്നത് നമുക്ക് അൽഗോരിതം ഡിസൈൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ ഇൻക്രീസ് കാണാം. കൺസെപ്ഷണൽ ക്വസ്റ്റ്യൻസിൽ ഒരു ഡിപ്പാണ് കാണുന്നത്. ന്യൂമറിക്കൽ പ്രോബ്ലം ഇൻക്രീസ് ചെയ്തതായിട്ട് കാണാം. ഷോർട്ട് നോട്ട് അതൊരു സ്റ്റഡി ഫ്ലോ ആണ് കാണാനായിട്ട് പറ്റുന്നത്. കൺസെപ്ഷണൽ ക്വസ്റ്റ്യൻ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് 35 to 40% ചോദിക്കാം. അതുപോലെ തന്നെ അൽഗോരിതം ഡിസൈൻ ആൻഡ് ഗ്രാഫ് 30% മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്ലൈഡ് ന്യൂമറിക്കൽ ടാസ്കിലും ഒരു ഇൻക്രീസ് ആണ്, 22% നിന്ന് 25% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രിപ്പറേഷൻ ടിപ്പാണ് നോക്കുക. നമുക്ക് 3 hour ആണ്, 100 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 10 to 15 മിനിറ്റ്സ് നമ്മൾ റീഡ് ചെയ്യാനും ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യാനും എങ്ങനെ എഴുതണം എന്നുള്ള ഒരു പ്ലാനിങ്ങിനും വേണ്ടി യൂസ് ചെയ്യാം.
165 to 170 മിനിറ്റ്സ് നമുക്ക് എക്സാം റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. 1.6 to 1.7 മിനിറ്റ് ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യൻസിന് നമുക്ക് അലോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൽ 60 to 65 മിനിറ്റ് കൺസെപ്ഷണൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസിന് യൂസ് ചെയ്യുക. 55 to 60 മിനിറ്റ്സ് അൽഗോരിതം ഡിസൈൻ ടാസ്കിന് യൂട്ടിലൈസ് ചെയ്യുക. 35 to 40 മിനിറ്റ്സ് ന്യൂമറിക്കൽ പ്രോബ്ലത്തിനും 20 to 25 മിനിറ്റ്സ് ഷോർട്ട് നോട്ട്സിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് നോക്കുവാണ്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ഓർ അപ്ലൈ ഡിജിസ്ട്രാസ് അൽഗോരിതം ടു ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഇൻ എ ഗ്രാഫ്. 8 ടൈംസ് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ടൈമിൽ. സെക്കൻഡ് വൺ, റൈറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫ്ലോയിഡ് വാർഷൽസ് അൽഗോരിതം ഫോർ ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത്. 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. തേർഡ് വൺ, കൺസ്ട്രക്ട് എ ഹാഫ്മാൻ ട്രീ ആൻഡ് derive binary code for given frequency. 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഫോർത്ത് വൺ, അപ്ലൈ ക്രൂസ്കൽസ് ഓർ പ്രിംസ് അൽഗോരിതം ടു ഫൈൻഡ് മിനിമം സ്പാനിങ് ട്രീ, MST. 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഫിഫ്ത്ത് വൺ, സോൾവ് ഓർ അനലൈസ് recurrence relation using substitution, recurrence tree or master method. 6 times ചോദിച്ചിട്ടുണ്ട്. സിക്സ്ത് വൺ, എക്സ്പ്ലെയിൻ ദ ക്വിക്സോർട്ട് അൽഗോരിതം യൂസിങ് ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജി. 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. Seventh one, define and distinguish P, NP, NP complete and NP hard problem. 6 times ചോദിച്ചിട്ടുണ്ട്. Eighth one, solve an exact problem using greedy or dynamic programming. 6 times ചോദിച്ചിട്ടുണ്ട്. Ninth one, explain matrix chain multiplication using dynamic programming. 5 times ചോദിച്ചിട്ടുണ്ട്. 10th one, define and compute asymptotic notation with the example. 5 times ചോദിച്ചിട്ടുണ്ട്. ഇനി ഫ്രീക്വൻസി ടേബിൾ ആണ്. ഓരോ ക്വസ്റ്റ്യൻസ് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് അതിൻ്റെ ആവറേജ് മാർക്ക്. ഡിജിസ്ട്രാസ് അൽഗോരിതം, അത് ഗ്രാഫ് അൽഗോരിതം, അതിൽ നിന്ന് വരുന്നതാണ്. അപ്പിയറൻസ് 8 ആണ്, ആവറേജ് 10 മാർക്ക്. ഫ്ലോയിഡ് വാർഷ്യൽസ് അൽഗോരിതം, ഗ്രാഫ് അൽഗോരിതം, ഡയനാമിക് പ്രോഗ്രാമിംഗ്, അപ്പിയറൻസ് 7 ആണ്, ആവറേജ് 10 മാർക്ക്. ഹോഫ്മാൻ കോഡിംഗ്, ഗ്രേഡി അൽഗോരിതത്തിൽ നിന്നാണ്, അപ്പിയറൻസ് 7, ആവറേജ് 10 മാർക്ക്. MST ഗ്രാഫ് അൽഗോരിതം 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ആവറേജ് 10 മാർക്ക്. റെക്കറൻസ് റിലേഷൻ കോംപ്ലക്സിറ്റി അനാലിസിസ് 6 ടൈംസ് വന്നിട്ടുണ്ട്, ആവറേജ് 8 മാർക്ക്. ക്വിക്സോർട്ട് ഡിവൈഡ് ആൻഡ് കോൺകർ 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ആവറേജ് 8 മാർക്ക്. P വേഴ്സസ് NP കംപ്ലീറ്റ്നെസ് കോംപ്ലക്സിറ്റി തിയറി ഏരിയ എന്ന് വരുന്നതാണ്, 6 ടൈംസ്, അപ്പിയറൻസ് വന്നിട്ടുണ്ട്, ആവറേജ് 5 മാർക്ക്. ഇനി നാപ്സാക്ക് പ്രോബ്ലം, ഗ്രീഡി ഡയനാമിക് പ്രോഗ്രാമിംഗ്, ആ ഏരിയ എന്ന് വരുന്നതാണ്, അപ്പിയറൻസ് 6 ആണ്, 10 മാർക്ക്. ദെൻ മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ ഡയനാമിക് പ്രോഗ്രാമിംഗ് എന്നാണ്, അപ്പിയറൻസ് 5 ആണ്, 8 ആവറേജ് മാർക്ക്. ഇനി അസിൻറ്റോട്ടിക് നൊട്ടേഷൻ അൽഗോരിതം ബേസിക്സ് എന്നാണ്, 5 ടൈംസ് പാസ് പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, ആവറേജ് 5 മാർക്ക്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്തൊരു ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. അപ്പം എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകൾ, ഈ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അൽഗോരിതംസ് ഒക്കെ പ്രോപ്പറായിട്ട് സ്റ്റെപ്സും അതിൻ്റെ കോംപ്ലക്സിറ്റി ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഓരോ പേപ്പറിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ബാർ ചാർട്ടിൽ നിന്ന് കാണാൻ പറ്റും. ഇനി ടോപ്പിക് പ്രോബബിലിറ്റി ആണ് നോക്കുന്നത്. പ്രോബബിലിറ്റി നോക്കുമ്പോൾ ബ്ലോക്ക് 1 അൽഗോരിതം ഫൗണ്ടേഷൻ, അതിൽ അൽഗോരിതം ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എഫിഷ്യൻസി 70% പ്രോബബിൾ ആണ്, ഹൈലി പ്രോബബിൾ ആണ്. പാസ്റ്റ് ഒരു 7ൽ 5 പേപ്പേഴ്സിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി അസിൻറ്റോട്ടിക് നൊട്ടേഷൻ പ്രോബബിലിറ്റി 80% ആണ്, ഹൈലി പ്രോബബിൾ ആണ്. പാസ്റ്റ് പേപ്പറിൽ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സോൾവിങ് റെക്കറൻസ് റിലേഷൻ 75% ഹൈലി പ്രോബബിൾ. ഇനി ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ ഗ്രീഡി അൽഗോരിതം
85% ഹൈലി പ്രോബബിൾ ആണ്. ഇതിൽ നാപ്സാക്ക് ആയിക്കോട്ടെ, ഹോഫ്മാൻ, സ്കെഡ്യൂളിംഗ് ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡിവൈഡ് ആൻഡ് കോൺകർ ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ക്വിക്ക് സോർട്ട്, മെർജ് സോർട്ട്, ബൈനറി സെർച്ച് 90% ഹൈലി പ്രോബബിൾ. ഇനി ഗ്രാഫ് ട്രാവേഴ്സൽ DFS BFS ടോപ്പോളജിക്കൽ സോർട്ട് 65% മീഡിയം പ്രോബബിലിറ്റി. ബ്ലോക്ക് 3 ഗ്രാഫ് അൽഗോരിതംസ് 95% ഹൈലി പ്രോബബിൾ. ഇനി ഡൈനാമിക് പ്രോഗ്രാമിംഗ് 70% ഹൈലി പ്രോബബിൾ. ഇനി സ്ട്രിംഗ് മാച്ചിങ് 50% മീഡിയം പ്രോബബിലിറ്റി. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ NP കംപ്ലീറ്റ്, NP ഹാർഡ് 80% ഹൈലി പ്രോബബിൾ. അപ്രോക്സിമേഷൻ ആൻഡ് ബാക്ക് ട്രാക്കിംഗ് 45% മീഡിയം പ്രോബബിലിറ്റി. ഇതിൽ 70% അതിലും കൂടുതൽ വരുന്നതാണ് ഹൈലി പ്രോബബിൾ ഏരിയ. മീഡിയം പ്രോബബിലിറ്റി 40 to 69, ലോ പ്രോബബിലിറ്റി വരുന്നതാണ് ലെസ് ദാൻ 40. അപ്പൊ ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ് MST, ഡിജിസ്ട്രാർ, ഫ്ലോയിഡ്, വാർഷൽസ്, ഗ്രീഡി മെത്തേഡിൽ നാപ്സാക്ക്, ഹോഫ്മാൻ, ഡിവൈഡ് ആൻഡ് കോൺകറിൽ ക്വിക്ക് സോർട്ട്, മെർജ് സോർട്ട് ഈ ഏരിയ ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്നതാണ് ഗ്രാഫ് ട്രാവേഴ്സൽ, അതിൽ DFS BFS, സ്ട്രിംഗ് മാച്ചിങ്, അതിൽ KMB, റാബിൻ കാർപ്പ്, ബാക്ക് ട്രാക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലോ പ്രോബബിലിറ്റിയിൽ വരുന്നതാണ് ബെൽമാൻ ഫോർഡ്, DTLs, മൈനർ ഡിസിഷൻ പ്രോബ്ലംസ് ഒക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇനി വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രെഡിക്റ്റീവ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 3 hour ആണ് എക്സാമിന്. മാർക്ക് 100 മാർക്കിനായിരിക്കും. വെയിറ്റേജ് 70%. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്, 40 മാർക്ക്. അറ്റംപ്റ്റ് എനി 3 question ഫ്രം ദ റെസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ക്വസ്റ്റ്യൻ. A പാർട്ടിൽ ഡിഫൈൻ ആൻ അൽഗോരിതം, സ്റ്റേറ്റ് 4 important characteristics that a well designed algorithm should satisfy. Okay, 5 mark question ആണ്. B പാർട്ടിൽ എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേഴ്സ്റ്റ് കേസ് ആൻഡ് ആവറേജ് കേസ് ടൈം കോംപ്ലക്സിറ്റി. Illustrate your answer with the simple example of an algorithm on arrays. C പാർട്ടിൽ state the formal meaning of the notation big O of G of n, comma, omega G of n, theta G of n. Give one example function for each case relative to G of n is equal to n square. അതുപോലെ തന്നെ കൺസിഡർ ദ ഫോളോയിങ് സ്യൂഡോകോഡ് ഫ്രാഗ്മെന്റ്. ഒരു സ്യൂഡോകോഡ് ഫ്രാഗ്മെന്റ് തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ദിസ് ഫ്രാഗ്മെന്റ് യൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈ പാർട്ടിൽ ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഫോർ സോൾവിങ് റെക്കറൻസ് റിലേഷൻസ്. Explain the main steps on a generic recurrence of the form T of n is equal to 2T of n by 2 plus n. F part, distinguish between deterministic and non-deterministic algorithm with one example of each. G part, explain the difference between an optimization problem and its corresponding decision problem using a graph-based example. H part, define the classes P, NP, NP complete and NP hard. For each class, name one respective problem and justify its placement briefly. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 20 മാർക്ക്. കൺസിഡർ ദ റെക്കറൻസ്. അതിൽ തന്നിട്ടുള്ളത് T of n is equal to 3T of n by 3 plus n log n, where n greater than 1, T of 1 is equal to 1. Use a suitable method to obtain a tight asymptotic notation, asymptotic bound for T of n. Clearly state the reasoning at each steps. 10 mark question ആണ്. B പാർട്ടിൽ describe the divide and conquer approach to matrix multiplication using Strasson's method. Then multiply the following 2 by 2 matrix using Strasson's algorithm and show all intermediate submatrices. ഇവിടെ 2 മെട്രിസസ് തന്നിട്ടുണ്ട്. മെട്രിക്സ് എ 2 3 1 4, ബിയിൽ 5 1 2 3. ഓൾസോ ഡിറൈവ് ദ അസിംപ്റ്റോട്ടിക് ടൈം കോംപ്ലക്സിറ്റി ഓഫ് സ്ട്രാസൻസ് അൽഗോരിതം ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ദ സ്റ്റാൻഡേർഡ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. 10 മാർക്ക് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. എ പാർട്ടിൽ ഡിസ്ക്രൈബ് ദ സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം ഓൺ എ വെയ്റ്റഡ് ഡയറക്റ്റഡ് ഗ്രാഫ് വിത്ത്
negative edge weights, write a stepwise description of Dijista's algorithm. Then using your algorithm, compute the shortest path distance from source vertex S for the graph with the vertices set of S, A, B, C, D and edges with the weights. S tends to A of 3, S tends to B of 10, A tends to C of 4, A tends to B of 2, B tends to D of 6, C tends to D of 3, S tends to D of 20. Show all key intermediate distance and predecessor updates. 10-mark question. B part, explain the concept of a minimum spanning tree of a connected, weighted, and directed graph using Kruskal's algorithm. Determine a minimum spanning tree for the graph with the vertices set of 1, 2, 3, 4, 5 and edges with the weights 1, 2, 4, 1, 3, 1, 2, 3, 3, 2, 4, 2, 3, 5, 5, 4, 5, 7 and 2, 5, 6. List the edge selected in order and compute the total weight of the resulting tree. Also discuss the time complexity of Kruskal algorithm in terms of number of vertices and edges. 10-mark question. In question number 2, 20 mark. Explain how dynamic programming is used to solve the matrix chain multiplication problem given 4 matrices A1, A2, A3, A4 with the dimension A 5 by 10, A1 5 by 10, A2 10 by 3 matrix, A3 3 by 12 matrix, A4 12 by 8 matrix. Determine the parenthesization that minimize the total number of scalar multiplication. Show the dynamic programming table using in your computation. 10-mark question. B part, a knapsack has capacity W equal to 20. There are 5 items with the weight and profits as follows. Item number 1, weight 2, profit 10. Item number 2, weight 5, profit 30. Item 3, weight 10, profit 40. Item 4, weight 5, profit 20. Item 5, weight 8, profit 35. Formulate the 0-1 knapsack version of the problem. Second one, using dynamic programming, compute the maximum profit achievable and one optimal selection of items. Show the main table using in your solution. 10-mark question. In question number 5, 20 mark. A part, explain the string matching problem. Describe the main idea of the Morris Parrot, that is KMP algorithm for the pattern P is equal to A, B, A, C, A, B. First, construct the corresponding prefix function or LPS table. Then show how KMB scan the text. T is equal to A, B, C, C, A, B, B. To find all the occurrence of the pattern, indicate the shift and character comparison clearly. 10-mark question. B part, give the formal definition of the following decision problem: Boolean satisfiability, SAT, clue and vertex cover. Explain how polynomial time reductions are used to prove NP completeness and outline how one could relate the clue and vertex cover problem using a suitable reduction. 10-mark question. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ മാർക്കിംഗ് സ്കീം അതുപോലെ ആൻസർ ഗൈഡ് ബുക്ക് ആപ്പ് ത്രൂ ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്തിട്ട് എക്സാമിന് പോവുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെർൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.